ഹലോ, എല്ലാവർക്കും പുതിയൊരു എഡ്യൂക്കേഷൻ ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. പപ്പറ്റ് ഷോ എല്ലാവർക്കും ഇഷ്ടമാണെന്നറിയാം. എന്നാൽ പപ്പറ്റ് ഷോയുടെ തിയേറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയോ? നമുക്കത് വളരെ സിമ്പിളായിട്ട് കാർഡ്ബോർഡ് പെട്ടിയും കളർ പേപ്പറുകളും ഉപയോഗിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സിംഹവും എലിയും എന്ന കഥയെ ആസ്പദമാക്കിയിട്ടുള്ള പപ്പറ്റ് ഷോ തിയേറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ മറ്റ് കഥകളുടെ പപ്പറ്റ് ഷോ തിയേറ്റർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: കളർ പെൻസില്, കളർ പേപ്പർ, പശ, സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ആയിട്ടുള്ള കാർഡ്ബോർഡ് പെട്ടി, സെല്ലോ ടേപ്പ്, കത്രിക, പിന്നെ കുറച്ച് ആവശ്യമില്ലാത്ത ന്യൂസ് പേപ്പർ. ആദ്യം നമുക്ക് കാർഡ്ബോർഡ് പെട്ടിയുടെ പെട്ടി അടയ്ക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അതെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒരു ഭാഗം, നന്നായി നീളത്തിൽ നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് കട്ട് ചെയ്ത് കളയാം. പെട്ടി വിലങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ സ്കെയിലിൻ്റെ ഒരളവ് 4 സൈഡിലും എടുത്തതിന് ശേഷം ആ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിങ്ങനെ വിലങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമ്മുടെ കഥയുടെ തീം അനുസരിച്ച് നമുക്ക് അതിനുള്ളിൽ സെറ്റ് ചെയ്യാം. ആദ്യമായി തന്നെ ഞാൻ ചെയ്യുന്നത് ആകാശമാണ്. ആകാശത്തിന് നീല കളറ് നൽകുക, കളർ പേപ്പർ കൊണ്ട് വെട്ടി ഒട്ടിക്കുക. പിന്നെ മലയാണ്, കുന്നാണ് ചെയ്യുന്നത്. അപ്പോൾ 3 സൈഡിലും കുന്നിൻ്റെ ഷേപ്പിൽ ഗ്രീൻ കളറുള്ള പേപ്പർ വെട്ടി അങ്ങനെ ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നിലത്തിൻ്റെ കളറ്, അതായത് മണ്ണിൻ്റെ കളറ് ഏകദേശം വരുന്ന ഒരു മഞ്ഞ കളറിൽ പെടുന്ന ഒരു പേപ്പറാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം മരമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 മരമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളർ പേപ്പറും അതുപോലെ ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ മണ്ണിൻ്റെ കളറുള്ള പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് മരം സെറ്റ് ചെയ്യുന്നു. പിന്നെ ലൈറ്റ് ഗ്രീൻ കളർ പേപ്പർ പുല്ലിൻ്റെ ഷേപ്പിൽ വെട്ടി 3 സൈഡിലും ഒട്ടിക്കുന്നു. ഇനി ചെയ്യുന്നത് മേഘമാണ്. അതിനെ വെള്ള പേപ്പർ എടുത്തിട്ട് മേഘത്തിൻ്റെ ഷേപ്പ് വരയ്ക്കുക, കട്ട് ചെയ്യുക, നീല കളറിൻ്റെ അവിടെ ഒട്ടിക്കുക. പിന്നീട് ഗുഹയാണ് ഉണ്ടാക്കേണ്ടത്. അതിനാണ് വേസ്റ്റ് ന്യൂസ് പേപ്പർ എടുക്കാൻ പറഞ്ഞത്. അത് കീറി കഷ്ണങ്ങളാക്കി ചുരുട്ടി ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു, പക്ഷെ അത്ര നിൽക്കുന്നില്ല. അപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാൻ ബ്രൗൺ കളർ ആക്കി എടുക്കുകയാണ്. ആദ്യം ബ്ലാക്ക് അടിച്ചു, പിന്നെ റെഡ് സ്പ്രേ പെയിൻ്റ് അടിച്ചു, പിന്നീട് ബ്ലാക്ക് ഷെയ്ഡ് കൂടി കൊടുത്തു. പിന്നീട് ഫ്രണ്ട് ഭാഗവും സൈഡ് ഭാഗവും യെല്ലോ പേപ്പർ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ കർട്ടൻ്റെ ഷേപ്പ് നൽകാൻ വേണ്ടി റോസ് കളറുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ഷേപ്പിൽ വെട്ടി നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കുന്നു. മുകൾ ഭാഗത്തും ഞാൻ ആ ഡിസൈൻ ഒട്ടിക്കുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് ഉള്ളിലോട്ട് അധികം കാണുന്നില്ലെന്ന് തോന്നിയപ്പോൾ ഞാനത് മാറ്റി. അതിനുശേഷം പുല്ലാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുവേണ്ടി ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയുമാണ് എടുത്തിട്ടുള്ളത്. റിബൺ പോലെ വെട്ടി ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം റൗണ്ടാക്കി ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നു. കർട്ടൻ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി യെല്ലോ സ്ട്രിപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പപ്പറ്റ് ഷോ തിയേറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിലെ ക്യാരക്ടേഴ്സിനെയാണ്. അപ്പോൾ അതിലുള്ളത് എലിയും സിംഹവുമാണ്. അപ്പോൾ പേപ്പർ കൊണ്ട് തന്നെയാണ് എലിയെയും സിംഹത്തെയും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എലിയും സിംഹവും എല്ലാം റെഡിയായി. നമ്മുടെ പപ്പറ്റ് ഷോ തിയേറ്റർ ഓക്കെ ആയി. പപ്പറ്റ് ഷോ നടത്തുമ്പോൾ പപ്പറ്റ് മാത്രം കാണിക്കാതെ ആ കഥയുടെ തീമും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു തിയേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പറ്റ് ഷോ വളരെ മനോഹരമായിരിക്കും. ഈ വീഡിയോയിലൂടെ ഏത് കഥയുടെ തീമായാലും ഒരു ബേസിക് ആയിട്ടുള്ള ആശയം എല്ലാവർക്കും കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.